ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ശിവൻ ഇപ്പോൾ ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ആ കോള് വരുമ്പോൾ തന്നെ ശിവനാണെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ പറയുന്നുണ്ട്, എന്തുണ്ട് ശിവേട്ടാ, കാര്യങ്ങളൊക്കെ പറ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുന്നു. ഉടനെ ശിവൻ ചോദിക്കുന്നുണ്ട്, അവിടെ എന്തുണ്ട് വിശേഷം, നിൻ്റെ അസുഖമൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അസുഖമൊക്കെ എത്രയോ ഭേദം. അങ്ങനെ പറയുമ്പോൾ ശിവൻ ചോദിക്കുന്നു, അങ്ങനെ നിനക്ക് അസുഖമുള്ളപ്പോൾ നീ എന്തിനാ വേറെ ടെൻഷനൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നത്? ഇത് കേട്ടുടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ടെൻഷൻ കിട്ടിയത് കൈതക്കൽ വീട്ടിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഇവിടുന്ന് ഒരു പെണ്ണിനെ മാത്രമല്ലേ അങ്ങോട്ട് തന്നുള്ളൂ എന്ന്, ടെൻഷൻ തന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നു, അവളാ ഇല്ലിക്കൽ കുന്നിനെക്കാട്ടി വലിയ ടെൻഷനല്ലേ എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുന്നു. ഇത് കേട്ടുകൊണ്ട് ശിവൻ പറയുന്നുണ്ട്, ആ ടെൻഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ മാത്രമല്ല, രാജീവനും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ രാവണ്യമാമയുടെ മക്കളും എല്ലാവരും വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, അവരൊക്കെ വരുന്നുണ്ടോ? അവരൊക്കെ വന്നിട്ട് ടെൻഷൻ തീർക്കണം. അങ്ങനെ ടെൻഷൻ തീർക്കുന്ന കാര്യം ആത്മാർത്ഥമായിട്ടാണ് ഏട്ടൻ പറഞ്ഞതെങ്കിൽ അവിടെ ഇപ്പോൾ വൈജ കാണുമല്ലോ, അവളെ പറഞ്ഞ് ഉപദേശിച്ചാൽ മതി എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുന്നു. ഉടനെ ഇപ്പോൾ ശിവൻ പറയുന്നുണ്ട്, ഞാൻ അവളോട് ചോദിച്ചു, അന്നേരം അവൾ പറഞ്ഞത് അവിടെ നിൻ്റെ വീട്ടിലാണ് ടെൻഷൻ എന്നാണ്, അതിന് ഞങ്ങളങ്ങ് വരും, ആ ടെൻഷൻ അങ്ങ് തീർക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ, ഇവിടെ വന്ന് തീർക്കാനാണെങ്കിൽ ഇത്തിരി വിഷമിക്കും എന്ന് ബാലേന്ദ്രൻ പറയുന്നു. വിഷമിച്ചാലും കുഴപ്പമൊന്നുമില്ല, ആ ടെൻഷൻ തീർത്തിട്ടേ ഞങ്ങൾ തിരിച്ചു പോകുന്നുള്ളൂ എന്ന് ശിവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, ഞാൻ ഇവിടെ തന്നെ കാണും, നമുക്ക് കാണണം എന്ന് പറഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ ഇപ്പോൾ ഫോൺ വയ്ക്കുന്നത്. ഫോൺ വെച്ചതിന് ശേഷം വളരെ ദേഷ്യത്തിൽ തന്നെയാണ് ബാലേന്ദ്രൻ ആ ഫോൺ എടുത്ത് കട്ടിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. ഈ സമയം ഇപ്പോൾ റൂമിൽ അലീന നിൽക്കുന്നുണ്ടായിരുന്നു. അലീനയും ഇപ്പോൾ വളരെയധികം ടെൻഷനിലാണ്. അലീന എന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇനി എന്താ അച്ഛാ ചെയ്യേണ്ടേ? പോകണോ അതോ ഞാനിവിടെ നിൽക്കണോ? ഞാൻ എറണാകുളത്തേക്ക് പോയാലോ? ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ അവരിവിടെ വന്നിട്ട് തിരിച്ചു പോകില്ലേ? അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുന്നുണ്ട്. ഉടനെ ഇപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ നീ പോയാലും പ്രശ്നങ്ങളൊന്നും തീരാൻ പോകുന്നില്ല. പക്ഷേ നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ആ വീട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? അത് വലിയ പ്രശ്നമാകില്ലേ എന്നൊക്കെ ഇപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നു. ഉടനെ അലീന പറയുന്നുണ്ട്, ഇല്ലെന്നേ, ഞാൻ മാമച്ചാനങ്ങളുടെ വീട്ടിലേക്കല്ലേ പോകുന്നത്, ആ വീടൊന്നും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാൽ ഞാനിവിടുന്ന് മാറി നിൽക്കട്ടെ എന്നിങ്ങനെ അലീന ചോദിക്കുന്നു. ഉടനെ ഇപ്പോൾ ബാലേന്ദ്രൻ പറയുന്നു, അവർ വന്നിട്ട് എന്ന് പോകും, എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ എനിക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. ഏതായാലും മോളെ നീ പോയിക്കോ, കുഴപ്പമില്ല എന്നൊക്കെ ബാലേന്ദ്രൻ ഇപ്പോൾ പറയുന്നു. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് അലീനയ്ക്കും വളരെയധികം ടെൻഷനാണ്, ബാലേന്ദ്രൻ ഒറ്റയ്ക്കാക്കി പോകണമല്ലോ എന്ന് ഓർത്തിട്ട്. ബാലേന്ദ്രൻ അലീനയോട് പോയിക്കോ എന്ന് പറഞ്ഞാലും ബാലേന്ദ്രൻ്റെ മുഖത്ത് വളരെയധികം വിഷമവും ടെൻഷനും ഉണ്ട്. ഇതെല്ലാം കണ്ട് വളരെയധികം വിഷമിച്ചാണ് അലീന ഇപ്പോൾ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. ശേഷം ഇപ്പോൾ അലീന രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. അലീന രേവതിക്കുട്ടിയോട് പറയുകയാണ്, ഞാൻ അങ്ങോട്ട് വരണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു, അന്നേരം ഇവിടെ ചെറിയൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നു, അവിടെ ഇനിയും പ്രശ്നമോ? അതെന്ത് പ്രശ്നമാ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, നാളെ അവിടെ ആ കൊല്ലപ്പള്ളിയിൽ നിന്ന് കുറച്ച് ആൾക്കാർക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. ബാലേന്ദ്രൻ സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് മേഡത്തിൻ്റെ വീട്ടിലെ ആൾക്കാർ. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ അവർ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ അലീന പറയുമ്പോൾ, മേഡം എന്നോട് മിണ്ടരുത് അവരുടെ പേര്, എനിക്ക് അവരുടെ പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല എന്നൊക്കെ ഇപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്. അതിനിടയ്ക്ക് സംസാരിക്കുന്നതിനിടയ്ക്ക് ബാലേന്ദ്രനെ അച്ഛൻ എന്നിങ്ങനെ പറയുന്നുണ്ട് അലീന. അപ്പോൾ ഇത് കേട്ട് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അച്ഛനോ, അതാരാ? ഉടനെ അലീന പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നിന്നോട് നേരിട്ട് പിന്നീട് പറയാം, അത് കുറേയുണ്ട് പറയാൻ എന്നൊക്കെ പറയുന്നു. അലീന ഇപ്പോൾ വളരെ ടെൻഷനോടെ തന്നെയാണ് അവിടുന്ന് പോരാനൊരുങ്ങുന്നത്. ഇത് കണ്ട് ഇപ്പം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ വരട്ടെ എന്ന്. ഉടനെ അലീന പറയുന്നു, അത് വേണ്ട, ഞാൻ വരുവാണെങ്കിൽ തന്നെ ബസ് കയറി വന്നോളാം എന്ന് പറയുന്നു. നോക്കട്ടെ മോളെ, ഞാൻ നിന്നെ വിളിക്കാം. ഞാൻ ഇവിടുന്ന് പോരുന്ന കാര്യം പറയുമ്പോൾ തന്നെ ബാലേന്ദ്രൻ സാറിന് ആകെ ടെൻഷനാണ്. സാറിനെ തന്നെ ആക്കിയിട്ട് വരാനും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അലീന ഫോൺ വയ്ക്കുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം രേവതിക്കുട്ടി ഇപ്പോൾ ഗ്രേസി അമ്മയ്ക്കും മാമച്ചായനും വേണ്ടിയിട്ട് ചായയൊക്കെ ഇട്ടുകൊണ്ട് ചെല്ലുകയാണ്. അവർ രണ്ടുപേരും ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രേവതിക്കുട്ടി ഇപ്പോൾ രണ്ടുപേർക്കും ചായയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. രേവതിക്കുട്ടി എന്നിട്ട് പറയുന്നുണ്ട്, രേവതി ചേച്ചി ഇങ്ങോട്ട് വരാൻ നിൽക്കുകയായിരുന്നു, പക്ഷേ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ മേഡത്തിൻ്റെ കുറേ ആൾക്കാർ ബാലേന്ദ്രൻ സാറിനോട് ചോദിക്കാനും അവിടുത്തെ പ്രശ്നം തീർക്കാനും
ഒക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ പേരിൽ അലീന ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കാകെ ടെൻഷനാകുന്നു എന്നൊക്കെ രേവതിക്കുട്ടി ഇപ്പോൾ അവരോട് പറയുന്നു. ഇത് കേട്ടിപ്പോൾ മാമച്ചായും പറയുന്നുണ്ട്, അവളെന്തിനാ അങ്ങനെ ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുന്നത്, അവളോട് ഇങ്ങോട്ട് പോരാൻ പറ എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നു, അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ചേച്ചിക്ക് അവിടെ തിരിച്ചു കയറാൻ പറ്റിയില്ലെങ്കിലോ, അങ്ങനെ ഒരു പേടിയുണ്ട് എന്ന് പറയുമ്പോൾ ഉടനെ ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അങ്ങനെ തിരിച്ചു കയറണമെന്ന് ആർക്കാ നിർബന്ധം? അവളെ കണ്ടുകൂടാത്ത കുറേ മനുഷ്യരുടെ നടുവിലേക്ക് അവൾക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ബാലേന്ദ്രൻ സാറിൻ്റെ കാര്യം ഓർത്തിട്ടാണ് ചേച്ചിക്ക് ടെൻഷൻ. അവരുടെ എല്ലാം നടുക്ക് ബാലേന്ദ്രൻ സാറിനെ തന്നെ ഇട്ടിട്ട് പോരണ്ടേ എന്ന് പറയുമ്പോൾ ഗ്രേസിയമ്മ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, തന്നെയാണോ, ഭാര്യയും മക്കളൊക്കെ ഇല്ലേ? ഉടനെ രേവതിക്കുട്ടി പറയുന്നു, അവരെല്ലാം മറു സൈഡല്ലേ, അതാണല്ലോ പ്രശ്നം എന്ന് പറയുന്നു. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ, ചേച്ചിയെ തന്നെ ഇങ്ങോട്ട് വിടാനല്ലേ ബാലേന്ദ്രൻ സാറിന് ടെൻഷൻ, നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം, എന്നിട്ട് ചേച്ചി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാം. അതാകുമ്പോൾ ചേച്ചിക്കും ടെൻഷനില്ല, നമുക്കും സമാധാനമുണ്ട്, നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എങ്ങനെയാ ഗ്രേസിയമ്മേ, പോണോ എന്ന് ചോദിക്കുമ്പോൾ ഗ്രേസിയമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, പണ്ട് വെള്ളം പോകുന്ന പുറകെ മീനായിരുന്നു വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഈ മീൻ പോകുന്ന പുറകെ നമ്മൾ പോകേണ്ട അവസ്ഥയാണ് എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതിന് ഞാൻ ചെറിയ മീനല്ലേ, നിങ്ങളൊക്കെ തിമിംഗലമല്ലേ എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ അവർ വളരെയധികം സന്തോഷത്തിലാണ്. അലീനയെ വിളിക്കാൻ പോകാമെന്ന തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് അവർ. ഈ സമയം ഇപ്പോൾ അലീനയാണ് കാണിക്കുന്നത്. അലീനയും കൃഷ്ണമോളും ഒക്കെ അവിടെ ഇരുന്ന് ചായയും പലഹാരവും ഒക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇത് കണ്ടിട്ട് അതുവഴി പോകുന്ന ബബിത അവിടെ ആ ഡൈനിങ് ടേബിളിൽ വന്ന് പതുക്കെ ഇരിക്കുന്നുണ്ട്. ഈ സമയം ഇപ്പോൾ വൈജയന്തി പുറത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ വൈജയന്തി അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ വൈജയന്തി വന്നിരിക്കുന്നത് കണ്ട് അലീന ഇപ്പോൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. കൃഷ്ണമോളും അവർ അങ്ങനെ തന്നെ നിന്ന് ഇങ്ങനെ, അപ്പം വൈജയന്തി ഇങ്ങനെ കുറേ നേരം അവരെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഇപ്പോൾ വൈജയന്തി അലീനയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, തിന്നടി, നീ ഇരുന്ന് തിന്ന്, നീ ഇന്നത്തോടു കൂടി നിൻ്റെ ഇവിടുത്തെ ഒടുക്കത്തെ തീറ്റ തീരും. നാളെ നീ കണ്ടോ, എൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ കളിച്ചത് വൈജയന്തിയോടാണ്, അത് മറന്നു പോവരുത്. നീ എന്താ കരുതിയത്, എനിക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലെന്നോ? എനിക്ക് ചോദിക്കാനായിട്ട് 1 ഡസനോളം ബന്ധുക്കളുണ്ടടി, അവരെല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ വളരെ അഹങ്കാരത്തോടു കൂടി ഇപ്പോൾ വൈജയന്തി അലീനയോട് പറയുന്നുണ്ട്. ഇത് കേട്ടിപ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നിട്ട് എന്ത് കാണിക്കാനാ? ഉടനെ വൈജയന്തി പറയുന്നുണ്ട്, അത് നീ കണ്ടോ, നാളെ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന്, ഇവളുടെ കാലി പിടിച്ച് വലിച്ച് എൻ്റെ ആങ്ങളമാർ പുറത്ത് കൊണ്ട് തള്ളും എന്ന് പറയുമ്പോൾ, പിന്നെ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് കൃഷ്ണമോള് പറയുന്നു. നടക്കോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം എന്നൊക്കെ വൈജയന്തി പറഞ്ഞിട്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആരൊക്കെയാണ് നാളെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി എന്നിട്ട് പറയുകയാണ്, അങ്ങനെ കുറേ പേരൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ആങ്ങളമാർ വരുന്നുണ്ട്, കമലേടത്തി വരുന്നുണ്ട്, ഹരി വരുന്നുണ്ട്, കരയോഗത്തിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറി അങ്ങനെ ആരൊക്കെയോ വരുന്നുണ്ട്, പിന്നെ രാവണി അമ്മാവൻ്റെ ആൾക്കാർ വരുന്നുണ്ട്, അങ്ങനെ കുറേ പേർ വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഇങ്ങനെ വൈജയന്തി പറയുന്നത് കേട്ട്, അവരൊക്കെ അവിടെ കൊല്ലപ്പള്ളിയിലുണ്ടോ അമ്മയെന്ന് രോഹിത് ചോദിക്കുന്നു. അവരെല്ലാവരും അവിടെയുണ്ട്, അവർ നാളെ ഇങ്ങോട്ട് വരും എന്നിങ്ങനെ വൈജയന്തി പറയുന്നു. ഇതൊക്കെ കേട്ട് വളരെയധികം സന്തോഷത്തിൽ നിൽക്കുകയാണ് ബബിതയും രോഹിതും. എന്നിട്ട് ബബിത പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ കോളേജിൽ പോകുന്നില്ല, നാളെ ഇവിടെ ഒരു അടി കാണാനുള്ളതല്ലേ എന്ന് പറയുന്നു. അപ്പോൾ രോഹിതും പറയുന്നുണ്ട്, ഞാനും പോകുന്നില്ല എന്ന്. ഇത് കേട്ടപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഞാൻ പോകും, ഏത് അച്ഛൻ്റെ അടുത്ത് ഏത് പട്ടാളം വന്നാലും ഒന്നും നടക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ പോകും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, കാണാം, നടക്കോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് വൈജയന്തി ഇപ്പോൾ റൂമിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ ആകെ ടെൻഷനിലാണ് ഇപ്പോൾ കൃഷ്ണമോള്. ബബിതയാണെങ്കിൽ ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ അലീന ഉണ്ടാക്കി വെച്ചിരുന്ന ആ പലഹാരമൊക്കെ എടുത്ത് വെച്ച് ഇപ്പോൾ കഴിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, നാണമില്ല ഇതെടുത്ത് കഴിക്കാൻ, അലീന ചേച്ചി ഉണ്ടാക്കുന്നതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് നാണമില്ലാതെ എടുത്ത് കഴിക്കുവാണോ എന്നൊക്കെ ഇപ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ ബബിത പറയുക, ഈ വീട്ടിൽ ഉണ്ടാക്കുന്നതെല്ലാം കഴിക്കാം, എല്ലാവർക്കും കഴിക്കാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെ പറയാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നല്ലോ കഴിക്കാൻ, ഏതായാലും കഴിക്ക് എന്ന് പറയുന്നു. എന്നിട്ട് കൃഷ്ണമോൾ ഇപ്പോൾ രോഹിത്തിനോടും പറയുന്നുണ്ട്, ഏട്ടനും ഒരെണ്ണം എടുത്ത് കഴിച്ചോ, ഇനിയിപ്പോൾ നാളെ കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ, എല്ലാവരും കൂടെ അലീന ചേച്ചിയെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിടാൻ പോകുമല്ലേ എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോൾ പറയുന്നത് കേട്ടിപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ആദ്യം നീ നിൻ്റെ വായൊന്ന് അടച്ചു വെക്ക്, ചീവിയുടെ പോലെയാണ്, എന്തൊരു ശല്യമാണെന്നറിയാവോ എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത്ത് ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്.
കൃഷ്ണമോളാണെങ്കിൽ വളരെയധികം സങ്കടത്തിലാണ്. അലീനയാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ചായയും പലഹാരവും ഒക്കെ കഴിക്കുന്നുണ്ട്. എന്നിട്ട് അത് തണുത്തു പോകും, മോളെടുത്ത് കഴിക്കുക എന്ന് കൃഷ്ണമോളോട് ഇങ്ങനെ അലീന പറയുന്നുണ്ട്. അലീന ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നത് കണ്ട് ബബിതയ്ക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇതെന്താ എല്ലാവരും നാളെ വരുമെന്ന് അറിഞ്ഞിട്ട് ഒരു പേടിയില്ലല്ലോ എന്നുള്ളൊരു മുഖഭാവത്തിലാണ് ബബിത ഇപ്പോൾ ഇരിക്കുന്നത്. സമയം ഇപ്പോൾ രാത്രിയായിട്ടുണ്ട്. കൃഷ്ണമോൾക്കാണെങ്കിൽ വളരെയധികം ടെൻഷനാണ്. നാളെ ഇപ്പോൾ എല്ലാവരും കൂടെ വരുമ്പോൾ എന്ത് ചെയ്യും, അല്ലെ അലീന ചേച്ചി അവരെല്ലാവരും കൂടെ ഉപദ്രവിക്കുമോ എന്നൊക്കെ ഓർത്ത് ആകെ ടെൻഷനിലാണ്. ഇതൊക്കെ കണ്ടിപ്പോൾ അലീന പറയുന്നുണ്ട്, മോൾ എന്തിനാ വിഷമിക്കുന്നത്? അന്ന് ചേച്ചിയോട് അവരങ്ങനെയൊക്കെ കാണിച്ചത് അച്ഛൻ അറിയാതെയല്ലേ? ഇന്നിപ്പോൾ അച്ഛനെ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ, അതുകൊണ്ട് അങ്ങനെ പേടിക്കണ്ട, അതിൻ്റെ കാര്യമില്ല. അച്ഛനുള്ളപ്പം ചേച്ചിനെ അവരാരും ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോഴും കൃഷ്ണമോൾ വളരെയധികം ടെൻഷനിൽ തന്നെയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നാളെ രാവിലെ തന്നെ ചേച്ചി എറണാകുളത്തേക്ക് പോയിക്കോ, അവർ വരുമ്പോൾ ചേച്ചി ഇവിടെ കാണണ്ട എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, നോക്കട്ടെ, നാളെ നേരം വെളുക്കട്ടെ, എന്നിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ അലീന പറയുന്നു. അങ്ങനെ ഇപ്പം മുറിയിൽ നിന്നും പോകാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കൃഷ്ണമോൾ ആകെ വിഷമത്തിലാണ്. അങ്ങനെ അലീന ബെഡൊക്കെ വിരിച്ച് കഴിയുമ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട്, നീ എന്താ പോകുന്നില്ലേ, നീ ഇന്നും ഇവിടെ തന്നെ ആണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അതെ, എനിക്ക് പേടിയാണ് ചേച്ചി ഈ റൂമിൽ തനിച്ചാക്കിയിട്ട് പോകാൻ, ആരെങ്കിലും ചേച്ചി ഉപദ്രവിച്ചാലോ എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നു, അതെങ്ങനെ ഈ വീടിനകത്ത് തന്നെ ഉപദ്രവിക്കുന്നത്, അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് അലീന പറയുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഇല്ലെന്നേ, അവിടെ നിങ്ങോട്ട് വരുന്നവരെ സഹായിക്കാൻ ഇവിടെ ഈ വീടിനകത്ത് തന്നെ ആൾക്കാരുണ്ട്, അതാ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോൾ പറയുന്നു. ഉടനെ അലീന പറയുന്നു, അങ്ങനെ ഒന്നും ഉണ്ടാകില്ല, മോൾ ഇവിടെ കിടക്ക് എന്ന് പറഞ്ഞ് ഇപ്പം കൃഷ്ണമോളെ അവിടെ കിടത്തി തലയിലേക്കൊന്ന് തലോടി ഒരു നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അലീന. അങ്ങനെ ഇപ്പം രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു. അങ്ങനെ ഇപ്പം സമയം രാവിലെ ആയിട്ടുണ്ട്. അലീനയെ കൊണ്ടുവരാൻ വേണ്ടി രേവതിക്കുട്ടിയും ഗ്രേസിയമ്മയും മാമച്ചായനും ഒക്കെ റെഡിയായിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഗ്രേസിയമ്മ വന്നിട്ട് ജോസൂട്ടിയോട് പറയുന്നുണ്ട്, നീ ഇവിടെ തന്നെ കാണണം, ഇവിടെ എല്ലാം തുറന്നിട്ടിട്ട് ക്രിക്കറ്റ് കളിക്കാനാണെന്നും പറഞ്ഞ് പോയേക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ജോസൂട്ടി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഒരിടത്തേക്കും പോകില്ല, ഇവിടെ തന്നെ കാണുമെന്ന് പറയുന്നു. ഈ സമയം ഇപ്പം ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് വൈജയന്തിയുടെ ആങ്ങളമാരും കമലയും ഒക്കെ റെഡിയാവുന്നുണ്ട്. എന്നിട്ട് ഇപ്പം ശിവനിപ്പം ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട്, ബാലേന്ദ്ര, നീ അവിടെ തന്നെ ഇല്ലേ, ഞങ്ങളെല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ ഇപ്പോൾ പറയുന്നുണ്ട്, ഞാനിവിടെ തന്നെ ഉണ്ട്, നിങ്ങൾ എന്താ കരുതിയത്, നിങ്ങളെ പേടിച്ച് ഞാൻ ഒളിച്ചോടിയെന്ന് കരുതിയോ? ഇത് കേട്ട് ശിവൻ പറയുന്നുണ്ട്, ഏയ് അതുകൊണ്ടൊന്നുമല്ല, ഞങ്ങൾ വരുമ്പോൾ നീ അവിടെ കാണണം, അല്ലെങ്കിൽ ശരിയാകില്ലല്ലോ, അതുകൊണ്ട് വിളിച്ചൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അങ്ങ് തിരുവനന്തപുരത്ത് നിന്നും രാവണ്യമാമൻ്റെ കുട്ടികളും വരുന്നുണ്ട്, അവർ വരാൻ ഇത്തിരി താമസിക്കും, ഒരു താമസമേ ഉള്ളൂ ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്താൻ, ഞങ്ങളിപ്പോൾ തന്നെ അങ്ങ് എത്തും, ഞങ്ങളൊരു 9 പേരുണ്ട് എന്നൊക്കെ ശിവൻ ഇങ്ങനെ പറയുമ്പോൾ, 9 പേരേ ഉള്ളൂ, ഞാൻ ഓർത്തൊരു 10-25 പേര് കാണുമെന്ന് എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, ഏയ് അവിടുത്തെ പ്രശ്നം തീർക്കാൻ ഞങ്ങൾ ഈ 9 പേര് തന്നെ ധാരാളമാണ് എന്ന് പറയുന്നു. എന്നിട്ട് ശിവൻ പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരും, എന്നിട്ട് അവിടുന്ന് അവളെ അടിച്ചിറക്കി വിടുകയും ചെയ്യും, അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കുകയും ചെയ്യും, തീർത്തിട്ടേ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോരത്തുള്ളൂ, അതിന് യാതൊരുവിധ മാറ്റവുമില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ ആകെ ദേഷ്യം വന്നിരിക്കുന്നുണ്ട് ബാലേന്ദ്രന്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.